നമസ്കാരം, നമസ്തേ ആൻഡ് അസ്സാം വലൈക്കും. ഞാൻ നിങ്ങളുടെ രാജാ സാഹിബാണ്. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ നമുക്ക് ഏതൊരു രാജ്യത്തിൻ്റെയും വികസനം, അതല്ലെങ്കിൽ അവിടുത്തെ പുരോഗതി, അല്ലെങ്കിൽ അവിടുത്തെ ഏതൊരു ആവശ്യങ്ങൾക്കും നമുക്ക് കയറ്റുമതി ഇറക്കുമതി എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായമുണ്ട്. അതില്ലെങ്കിൽ ഇവിടെ പലതും ശൂന്യമായി പോകും. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തി, ഷിപ്പിംഗ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള കണ്ടെയ്നേഴ്സും, അതുപോലെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ ലഭിച്ചിരിക്കുന്നത് മുഹമ്മദ് ദിയ എന്നാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ആലുവയിൽ നിന്ന് UC കോളേജിനുള്ള കോളേജിലെല്ലാം അവിടെ ആയിരുന്നു പഠിച്ചത്? ഇല്ല, ഞാൻ ഇവിടെ തന്നെ പഠിച്ചതൊക്കെ. അങ്ങനെ നമ്മൾ രണ്ട് ആലുവക്കാരെ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആലുവയിൽ പോകുന്നു. എന്തെങ്കിലും അടുത്ത് വല്ലതും പോയിട്ടുണ്ടായിരുന്നു? ഞാനിപ്പോൾ ഒരു വൺ ഇയർ ആയിട്ട് പോയിട്ടില്ല. ലാസ്റ്റ് പോയത് ലാസ്റ്റ് ഇയർ ആണ്. അത് തന്നെ. ഞാനിപ്പോൾ ഇത് ഫൈൻഡ് വൈസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ഓൾമോസ്റ്റ് 1.5 years ആണ്. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. 83 ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ ഇറങ്ങണത്. അതിന് അന്ന് ഉപ്പ ബിൽഹംസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. നോർവീജിയൻ കമ്പനിയാണ്, ഒരു മൾട്ടിനാഷണലാണ്. 40+ years അവിടെ തന്നെ വർക്ക് ചെയ്യുന്നിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്യുന്നത്. അമ്മ വന്നിട്ടുണ്ട് ഇവിടെ. അതെ. ആരെ? ഞാനാ ഓൾമോസ്റ്റ് ഒരു കൗണ്ട് ഉണ്ടാവില്ല, അത്രയും. അതെ അതെ, റെഗുലർ ആയിട്ട് അങ്ങനെയല്ല. അങ്ങനെ ഐ മീൻ നോർമൽ, അത്ര ഒരു ഫാനാറ്റിക് ഒരു രീതിയിലല്ല. ഞങ്ങളെല്ലാവരും വളരെ മോഡറേറ്റ് രീതിയിൽ പോയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും പ്രാക്ടിക്കൽ. യെസ്, എക്സാക്ട്ലി, അതാണ് അതിൻ്റെ വേർഡ്. ബിക്കോസ് from of course it is the most practical religion, just like other religions. Christianity ആയാലും ഇതായാലും നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു ബേസ് ഞങ്ങൾക്ക് കിട്ടുന്നത് വിതൗട്ട് നോ ഡൗട്ട് സൗദിൻ്റെ ജനിച്ചു വളർന്നുകൊണ്ട് ആണെന്ന് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ ഇതിനൊരു ബേസ് കിട്ടിയാൽ ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമാണ്. ആൻഡ് വെരി താങ്ക്ഫുൾ ദാറ്റ് ഇവിടെ അതെ 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 അപ്പം നമ്മുടെ ഇവിടുത്തെ വന്നതിന് ശേഷമുള്ള ഒരു ഫ്യൂച്ചർ വിഷൻ ആദ്യമേ തന്നെ ഉണ്ടാവും. അതെ തന്നെ, കറക്റ്റ്. അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ അധികം വലിയ പാടും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇല്ല, ഇനിഷ്യലി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു സൗദി. 83 വരുമ്പോൾ കുറെ നല്ല സ്ട്രിക്റ്റ് ആണ്, ടഫായിരുന്നു. ബട്ട് നമുക്ക് കുഴപ്പമുണ്ടായില്ല, ലേഡീസിന് എന്നാലും കുഴപ്പമില്ല. ആസ് ലോങ് ആസ് യുവർ നമ്മൾ ദ ലോ ഓഫ് ദ ലാൻഡ് മനസ്സിലായി, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. അതിനെല്ലാ റെസ്പെക്റ്റും എല്ലാ രീതിയിലും നമ്മൾ ലൈക്ക് ബിലീവ് ചെയ്യുന്ന കണ്ടിന്യൂ ചെയ്യുന്നാൽ ഐ ഡോണ്ട് തിങ്ക് എനി പ്രോബ്ലം. എവിടെ പോയാലും നമുക്ക് ഓഫ്കോഴ്സ് ആ രാജ്യത്തിന്റെ ലോ ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. ആക്ച്വലി നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ദിയയുടെ ആരെങ്കിലും കൂടെ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു കഫീല് പോലെ ആരെങ്കിലും? അങ്ങനെ ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. എനിക്ക് രണ്ട് മെയിൻ പാർട്ട്നർ ലോജിസ്റ്റിക്സ് ആണ്. ഞങ്ങൾ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് എന്നാണ് പറയണത്. ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇത് പറയണത്. ഞങ്ങൾ 3 ഡിവിഷനായിട്ടാണ് നോക്കുന്നത്. ഫൈൻഡ് വേസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1.5 years ബാക്ക്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അത്രയും ബിസിനസ് ബൂം ഉണ്ട് ഇവിടെ. അൺഇമാജിനബിൾ ബൂമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ലാസ്റ്റ് 4 years ആയിട്ട്. വിഷൻ 2030 റോയൽ ഹൈനസിന്റെ ഒരു വിഷൻ. കാരണം ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ദേ ആർ വെരി എനർജൈസ്ഡ്. ആൻഡ് നമ്മളിപ്പോൾ കാണുന്ന എല്ലാ കൈൻഡ് ഓഫ് നമ്മൾ സംസാരിക്കുന്ന ലോക്കൽ ക്രൗഡ്, ഇപ്പോൾ നമ്മൾ സ്റ്റാഫ് ആയാലും പുറത്ത് നമ്മൾ മീറ്റ് ചെയ്യണ എല്ലാം ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആണ്. പണ്ടത്തേനെക്കാട്ടും കൂടുതൽ ആ ഒരു ബൂം മാർക്കറ്റിലും കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ പാരൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ. to do a big job here, ഈ അപ്കമിങ് ടൈമിൽ ഒരു വലിയ വർക്ക് തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട്.
അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ്? ഇപ്പം ഞാൻ പറയില്ല, ഇതല്ല ഇപ്പം ഞാൻ വിലംസൺ എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു. എൻ്റെ ഫാദറും വർക്ക് ചെയ്യുന്ന പുള്ളി, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ടൈമിൽ ഓൾമോസ്റ്റ് 10 years 12 years ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓഫീസിൽ. കൂടുതൽ ചെയ്യുന്ന സ്ഥലം ജദ്ദയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജിദ്ദയാണ് ഏറ്റവും വലിയ പോർട്ട്. അതെല്ലാം ക്രൂസ് അതെല്ലാം അവിടെ തന്നെയാണ്. ഇവിടെ ക്രൂസ് അങ്ങനെ പറഞ്ഞില്ല. അതൊരു മെയിൻ പോർട്ടൽ. പക്ഷേ ഇത് നമ്മൾ വോളിയം എന്ന് പറയുമ്പോൾ കണ്ടെയ്നർ ബിസിനസ്സും അതാണ്, ഫ്രൈറ്റ് റിലേറ്റഡ് ബിസിനസ് ആണ്, അല്ലാണ്ട് പാസഞ്ചർ. യെസ്, അതെ. അപ്പോൾ ഇവിടെ ദമാം പോർട്ട് ഉണ്ട്. ഇവിടെ 6 പോർട്ട് ഉണ്ട്. ദമാം, റാസ് തനൂർ, ജുബൈൽ, റാസ് അൽ ഖൈർ, ഇതൊക്കെയാണ് ഇവിടുത്തെ പോർട്ടുകൾ. മനസ്സിലാവും. ജദ്ദയാണ് മെയിൻ ബിസിനസ് ആക്ടിവിറ്റി നടക്കുന്നത്. റിയാദിൽ പോർട്ടില്ല, അല്ലെ, റിയാദ് ഒരു ഡ്രൈ പോർട്ടാണ്. പിന്നെ ഇവിടെ ദമാം ഇസ് ഓൾസോ ഗെറ്റിംഗ് വെരി ബിസി. ബേസ്ഡ് ഓൺ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഫാദറിന്റെ എക്സ്പീരിയൻസും എൻ്റെ എക്സ്പീരിയൻസും വെച്ച് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. No, he was into shipping ഏജൻസി എന്ന് പറയും. നമ്മുടെ ഒരു ഡിവിഷൻ അതാണ്, ഷിപ്പിംഗ് ഏജൻസിയാണ് നമ്മുടെ ഒരു ഡിവിഷൻ. What are you doing the Fineways? What job are you doing for this Fineways? എന്തായിരിക്കും നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ്? Fineways നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ പറയില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ഗോട്ട് 2 partners. വി ഹാഡ് ദിസ് ഐഡിയ ഓൾമോസ്റ്റ് ഒരു 17 years ബാക്ക്. ഞങ്ങൾക്ക് ഇത് മൈൻഡിലുള്ളതാണ്. അന്ന് ഞാൻ TNT എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ FedEx ആയി. അന്ന് ഞങ്ങളിത് ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ തോട്ട് ഐ നീഡ് എ ലിറ്റിൽ ബിറ്റ് മോർ ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. അങ്ങനെയാണ് ഞാൻ ബാർവിൽ അല്ലെങ്കിൽ വിലംസണിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രം ദാറ്റ് ഐ വാസ് ഏബിൾ ടു ലേൺ ഓൾ ദി എന്താ പറയുക മാനേജ്മെന്റ്, ഒരു നോർവീജിയൻ മാനേജ്മെന്റ്. അതൊക്കെ പഠിച്ച് ഭയങ്കര ഒരു ചേഞ്ചിങ് ഫേസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം ആ ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ഒന്നും ഒരിക്കലും നമ്മൾ വി ഡോണ്ട് ഹാവ് ദ വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് വരൂല. ഐ വുഡ് താങ്ക് ഓഫ് കോഴ്സ് TNT. ഞാൻ ICICI ബാങ്കിൽ വർക്ക് ചെയ്യുന്നിട്ടുണ്ട്. എൻ്റെ MBA കഴിഞ്ഞിട്ട്. അല്ല നാട്ടിൽ ആലുവയിലാണ്. ആലുവ ബ്രാഞ്ച് ഞാനാണ് ദ ഫസ്റ്റ് സെയിൽസ് മാനേജർ. ആദ്യം ഇൻഫാക്ട് ഐ വുഡന്റ് ബി ലൈങ് ഇഫ് ഐ ടോൾഡ് ദാറ്റ് ഞാനാണ് ഷട്ടർ ആദ്യമായിട്ട് തുറക്കണം. ആ ടൈമിൽ ഞാൻ അവിടുത്തെ സെയിൽസ് മാനേജറാണ്. പിന്നെ അത് കഴിഞ്ഞ് ICICI ഞാൻ വിട്ട് ഇവിടെ TNTയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ബാർവിൽ ഒരു കൊല്ലം ഞാൻ ഖത്തറിലുണ്ടായി. അപ്പം ഷിപ്പിംഗ് ആയിരുന്നു. നമുക്ക് അറിയാം, വെൻ യു സ്റ്റാർട്ട് സംതിങ് നമുക്കറിയാം നമ്മൾ വന്ന് നിൽക്കുന്നത് ഷിപ്പിംഗ് ആയിരിക്കും. കാരണം പേരൻസ് അവർ എല്ലാം ഫാദർ അതിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. ബട്ട് അന്ന് തന്നെ ഞങ്ങൾ സൈഡ് ചെയ്യുന്നത് വൈ നോട്ട് ഹാവ് ഇറ്റ് ഓൺ അവർ ഓൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത് കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ്. ഞാൻ എൻ്റെ MBA ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കഴിഞ്ഞു, PhD കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളത്തെ വർക്ക് എക്സ്പീരിയൻസ് അവിടെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായി. അങ്ങനെ ജോയിൻ ചെയ്യുന്നത് ഞാൻ ഒരു ജോയ് ഐസ്ക്രീംസ് ഉണ്ട്, കമീൽ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിയായിട്ട് ഞാൻ ജോയ് ഐസ്ക്രീംസിൽ കുറച്ച് നാൾ വർക്ക്. പിന്നെ GM മോട്ടോഴ്സിലുണ്ടായി. ആ ടൈമാണ് വീട്ടിൽ ഫാദർ ഇങ്ങനെ ഒരു കോൾ വരുന്നതും ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നമ്മൾ ഈ അല്ല എവിടെ വർക്ക് ചെയ്യുമ്പോഴും ഈവൻ അവിടെ എൻ്റെ മാനേജേഴ്സിനൊക്കെ അറിയാം ദിയ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യൂല, ഷുഡ് ബി ഫ്ലൈങ് ഓഫ് എന്നുള്ള ഒരു എല്ലാവർക്കും അറിയാം. ബട്ട് ഐ വുഡ് സേ എനിക്ക് ഇവരൊക്കെ ഒരു ഫൗണ്ടേഷനും ആദ്യത്തെ ജയകുമാർ എന്ന് പറയുന്ന ഒരു സാറുണ്ട് ICICIയിലെ എൻ്റെ റീജിയണൽ മാനേജറായിരുന്നു. പുള്ളിയുടെയൊക്കെ ഇൻപുട്സും കാര്യങ്ങളും ഈവൻ ടുഡേയ്സ് മോർണിംഗ് മീറ്റിംഗ് ഞാനിവിടെ സംസാരിക്കുമ്പോൾ ആ ഇൻപുട്സ് വരും എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഞാനിത് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലൈക്ക് ഇറ്റ്സ് ക്വാളിഫിക്കേഷൻ യെസ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ബട്ട് എക്സ്പീരിയൻസ് കൗണ്ട്സ് എ ലോട്ട് എന്നുള്ളൊരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എനിക്ക് എൻ്റെ ഒരു ലൈഫ് ഇതിൽ നിന്ന് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം. വൈ നോട്ട് പുട്ട് ദാറ്റ് എക്സ്പീരിയൻസ് ഇൻ ടു യൂസ് ഓൺ ഫോർ യുവർ ഓൺ ഇതെന്നുള്ള ഇതാണ് ഈ Fineways സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മെയിൻ ഇത്. അപ്പോൾ വി വോണ്ടഡ് എ യുണീക്ക് നെയിം, Fineways ഷിപ്പിംഗ് കമ്പനി എന്ന് ഇപ്പോൾ പേരിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ്സ് ഗോയിങ് വെൽ. 1 year ആയിപ്പോൾ 1.5 years. ഞങ്ങളിപ്പോൾ നോക്കുന്നത് ഫ്രൈറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് മാത്രമാണ്. ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഡിവിഷൻ ഉണ്ട് വിച്ച് ഇസ് ഷിപ്പിംഗ് ഏജൻസി. അത് ഞങ്ങൾക്ക് ബൈ Q2 of 2024 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാല്ലാ. അങ്ങനെയാണ് പ്ലാൻ. ഈ ഷിപ്പിംഗ് ഏജൻസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അത്തരം ഈ കണ്ടെയ്നറും അതുപോലെ അതല്ല അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ ഫ്ലൈറ്റും ലോജിസ്റ്റിക്സ് എന്നും പറയുന്നത് ഇപ്പോൾ എയർ, സീ ആൻഡ് ലാൻഡിൽ ത്രൂ കണ്ടെയ്നർ ഉണ്ടാവും, പിന്നെ സീ ബൈ എയർ വരുന്ന ഷിപ്മെന്റ്സ് ഉണ്ടാവും. അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിലും പിന്നെ അതൊരു ഡിവിഷനാണ്, മനസ്സിലാവണം. അത് വേറെ ഇതാണ്. എയർ ഫ്ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത് മെയിൻലി ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സൗദി അറാംകോ ഉള്ള കാരണം മോസ്റ്റ് ഓഫ് ദ ഷിപ്മെന്റ്സ് ആർ ടൈം ബൗണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന പെട്ടെന്ന് എത്തണം 1 day 2 days അല്ലെങ്കിൽ അവരുടെ മില്യൻസ് ഓഫ് ഡോളർ വർത്ത് ഓഫ് ബിസിനസ് കംസ് ടു എ സ്റ്റാൻഡ്. അപ്പോൾ സ്റ്റോപ്പ് ആവും, മനസ്സിലാവുന്നുണ്ട്. ഈ സാധനം പാട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ what they do is എയർ സീയിൽ വരില്ല, ബൈ എയറിൽ കോസ്റ്റ് കൂടിയാലും എയറിൽ എത്തിക്കാൻ പറയും. ഒത്തിരി ലോഡ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കാണോ
ഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? രണ്ട് രീതിയിൽ ടൈം ഉണ്ടെങ്കിൽ ഷിപ്പിൽ കോസ്റ്റ് കുറവായിരിക്കും. അത് തന്നെയാണ് മെയിൻലി ചൈനയിൽ നിന്നാണ്, യൂറോപ്പിൽ നിന്നുണ്ട്, എന്നാലും ഒരു 60-70% ചൈന എന്ന് പറയാൻ പറ്റുന്നു. ഇപ്പം നമ്മുടെ ബിസിനസ് മോസ്റ്റ്ലി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എയറും സീയും ലാൻഡും ചെയ്യുന്നുണ്ട്. ഇവിടെ 40% വരുന്ന എയർ തന്നെയാണ് ഇപ്പോഴും. ടീം എക്സ്പീരിയൻസ് മെയിനായിട്ട് അതിലാണ്, എയറാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓക്കെ. ഞാൻ പറയില്ല, 1.5 കൊല്ലമായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 90+ കസ്റ്റമേഴ്സ് ആയി 1 ഇയറിൽ. ഐ തിങ്ക് മെയിൻലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇറ്റ് വിൽ നോട്ട് ബി നമ്മൾ പറയില്ല തട്ടിക്കൂട്ട് കമ്പനി അങ്ങനെ വേണമെന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരു ലോങ് ടേം വിഷൻ വെച്ച് അതിൻ്റെ പാർട്ട്നേഴ്സ് ആണെങ്കിലും അത് ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു. കാരണം അവർ ദേ ഹാവ് എക്സ്പീരിയൻസ് റണ്ണിങ്, അവർ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ഒരു മെയിൻ നിർബന്ധം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇത് 2 കൊല്ലം 3 കൊല്ലത്തേക്കല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോങ് ടേം വെച്ചിട്ട്. ഇപ്പം എത്ര ഓഫീസസ് ആയിട്ടുണ്ട്? ഇതിപ്പോൾ ഫസ്റ്റ് ഓഫീസ് ഇവിടെയാണ്. 2 of 2024 നമ്മൾ ഷിപ്പിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏത് ഒരു ഷിപ്പ് ഇവിടെ പോർട്ടിൽ വന്നാലും, ഈവൻ ഇന്ത്യയിൽ ഇത് പോർട്ട് വന്നാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ പോർട്ട് അതോറിറ്റീസ് ചോദിക്കുന്നത് ഹൂസ് യുവർ ഏജന്റ് എന്നാണ് ചോദിക്കുന്നത്. നാട്ടിലുണ്ട് ഇഷ്ടം എല്ലാ പോർട്ടിലും ഏജൻസ് ഉണ്ടാവും. അപ്പോൾ അവരാണ് ഈ നമ്മുടെ ഈ ക്ലിയറൻസും ഇൻവേർട്ട് ക്ലിയറൻസും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ചെയ്യുന്നത് ഈ ഏജൻസ് ആണ്. ഇതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് ആണ്, വെരി കോമ്പറ്റീറ്റീവ്. എസ്പെഷ്യലി ഫ്ലൈറ്റ് ലോജിസ്റ്റിക്സിൽ വളരെ കോമ്പറ്റീഷനാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയ കോർണിഷ് വരെ നടന്നാൽ ഓൾമോസ്റ്റ് 450 ഫോർവേഡേഴ്സ് ഉണ്ടാവും ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. അത്രയും കൂടുതലാണ്. ഏത് നോക്ക് ആൻഡ് കോർണറിൽ ഏതൊരു പുതിയ ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും നോക്കിയാൽ 70-80% ഫ്ലൈറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് ആയിരിക്കുള്ളൂ. ഇതിന്റെ ഇടയിൽ നമ്മൾ വൺ ഓഫ് ദി മോസ്റ്റ് വാണ്ടഡ് സാധനമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു നല്ല എഫേർട്ട് തന്നെ എടുക്കേണ്ടി വരും. ഷിപ്പിംഗ് എവറിത്തിങ് ഇസ് ടൈം ബൗണ്ട്. എല്ലാവരും ടൈം ബൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ കസ്റ്റമറിന്റെ ഷൂസിൽ നിൽക്കാന്ന് പറയും. ഐ മീൻ ബി ഇൻ ദ ഷൂസ് ഓഫ് ദ കസ്റ്റമർ. ആൻഡ് അവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, എനിക്ക് ഈ ഷിപ്മെന്റ് 10 ദിവസം കൊണ്ട് കിട്ടണം. ഇവിടെ നോർമലി ഉള്ള പ്രാക്ടീസ് എങ്ങനെയാണ്, അതൊരു 15 ഡേയ്സ് കഴിഞ്ഞിട്ട് എങ്ങനെ എത്തും, അപ്പോഴാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങുള്ളൂ എങ്ങനെ എത്തിക്കും എന്നുള്ളത്. അതല്ല, ഒരു ഫ്ലൈറ്റ് ഫോർവേഡർ അല്ലെങ്കിൽ ഒരു ഇതെന്ന് വെച്ചാൽ അതെങ്ങനെ ഒരു നേരത്തെ എത്തിക്കാൻ പറ്റും. ഓർ ഗിവ് ഹിം റെഗുലർ അപ്ഡേറ്റ്. എവിടെ ഉണ്ട് ഇപ്പോൾ ഷിപ്മെന്റ്സ്, ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്, പിക്കപ്പ് ചെയ്യുന്നത്, ഇവിടെ ഓൺ ദ വേ ആണ്. ഇത് റെഗുലറായിട്ട് അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഓർ കസ്റ്റമർ സർവീസസ് അത് ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ബട്ട് ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്ന് തോന്നുന്നവർ. അപ്പോൾ ദാറ്റ് ഇസ് മൈ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ മെയിൻ ഫോക്കസ് അതാണ്. ദാറ്റ്സ് വൈ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഐ മീൻ ഫൈൻഡ് വേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഐ സെഡ്. ബട്ട് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 20-22 സ്റ്റാഫ് ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ. മനസ്സിലുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരാളിനെ കൊണ്ട് എല്ലാവരും കൂടെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഹി വിൽ നോട്ട് ബി ഏബിൾ ടു കോൺസെൻട്രേറ്റ്. ഒരു പണി ചെയ്യാൻ സ്പെസിഫിക് എക്സ്പെർട്ടീസ് ഉണ്ട് ഇതിൽ. കസ്റ്റമർ സർവീസ് ഹാസ് ടു എക്സൽ എന്നുള്ള ഒരു മോട്ടോ വെച്ചാണ് ഞാനത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, അതായത് വാട്ട് ഈസ് യുവർ USP ഓർ നമ്മൾ കസ്റ്റമർ സർവീസസ് അൺപാരലൽഡ് കസ്റ്റമർ സർവീസസ് കൊടുക്കാന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ്, ഇമെയിൽ ആയാലും ഇതായാലും. ആൻഡ് ലൈക്ക് ഐ സെഡ്, അതിന് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസസ് വിത്ത് ICICI ആൻഡ് വിലംസൺ വെരി ഹെൽപ്ഫുൾ ഇൻ ദാറ്റ്. അതെ ശരിക്കും. ഇപ്പോൾ ഞാൻ വിലംസനിലുള്ളപ്പോഴും ഞാൻ ബേസിക്കലി സെയിൽസിൽ എൻ്റെ MBA ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്. മനസ്സിലുണ്ടോ? ചിലർ പറയില്ല പഠിച്ച കാര്യമല്ല ചെയ്യണമെന്ന് പറയില്ല. അതുപോലെ തന്നെ ഫ്രം ദ വെരി ബിഗിനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ്, സെയിൽസിലോട്ടാണ്. ജോയ് ഐസ്ക്രീംസിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്രണ്ട് അവരാണ് നടത്തുന്നത്. അപ്പോൾ ഐ ഹാഡ് ടു ബി, എനിക്ക് ആ ടൈമിൽ അവിടെ നിൽക്കണം എന്ന് നിർബന്ധമായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ വാപ്പാക്കും ഒരു നിർബന്ധമായിരുന്നു, ലൈക്ക് ബിഫോർ യു ഗോയിങ് ടു എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഗെറ്റ് എക്സ്പീരിയൻസ് എന്നുള്ളത്. അതിൽ എല്ലാ കമ്പനികളും ഞാൻ പറയില്ല, ഇൻക്ലൂഡിങ് GM മോട്ടോഴ്സ്. GM മോട്ടോഴ്സ് ഏറ്റവും ബുദ്ധിമുട്ട് അതായിരുന്നു. അത് വിൽക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം ആ ടൈമിൽ ഓപ്ട്രെയിം, ഓപ്പൽ, ആസ്ട്രെയിം, നമ്മൾ ഡീസൽ മാർക്കറ്റാണ് നാട് കേരളം. അവിടെ ചെന്ന് പെട്രോളിന്റെ വെഹിക്കിൾസ് വിൽക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ടൈമിൽ ഓപ്ട്രെയിം ഇതൊക്കെ ഉള്ളി പെട്രോളായിരുന്നു. ഷെവർലെ ഓപ്ട്ര അന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓപ്പൽ കോർസ് ഉണ്ടായി. മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ടെൽ ദ ടീം ഓവർ ഹിയർ, ഞങ്ങൾക്കിപ്പോൾ ഇവിടെ സെയിൽസ് ടീം ഒരു 8 പേര് സെയിൽസിലുണ്ട്. ഇവിടെ 8 പേരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എവിടെ നിന്നൊക്കെ എക്സ്പീരിയൻസ്. ഒരു കസ്റ്റമറിന്റെ അടുത്ത് പോയാൽ പുള്ളി പറയുന്ന ഒരു കാര്യം കസ്റ്റമറിന്റെ അടുത്ത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ട്. ബട്ട് ഈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ശരിക്കും സ്പെഷ്യലി ഇൻ ഷിപ്പിംഗ് ആൻഡ് ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ ഇപ്പോൾ ഷിപ്പിംഗ് ഏജൻസി എന്ന് പറയില്ല ഞാൻ, അതിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ആണ്. നമുക്ക് അവർ കസ്റ്റമറായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ ഹൗ വെൽ ഇസ് ഹി നോളജ് എന്താന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമുക്ക്. മാർക്കറ്റ് നോളജ് ചില സ്റ്റാഫ് ഉണ്ടാവും പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ വിൽ വെരി എക്സൈറ്റഡ് ടു ടീച്ച് ദം. പഠിച്ച കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും അതെ ഇൻട്രസ്റ്റ് ആണ്. കാരണം അപ്പം നമുക്ക് ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ വൈഫ്, എൻ്റെ വൈഫ് ഷീസ് നോട്ട് ഷീസ് ഇൻഡയറക്ട്ലി വർക്കിംഗ്. നെയിം ഇസ് റിസ്നിയ. ഒരു മോളും ഒരു മോനുമാണ്. രണ്ടുപേരാണ് എനിക്കുള്ളത്. രണ്ട് കുട്ടികൾ. മൂത്തത് നർമീൻ എന്ന് പറയും, മോളാണ് നർമീൻ മുഹമ്മദിയ ആൻഡ് യൂസുഫ് മുഹമ്മദിയ. അങ്ങനെ രണ്ടുപേര്. മോനും ഇവിടെ ഡ്യൂൺസ് എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്നത്. ഒരാള് 5th, ഒരാള് 1st സ്റ്റാൻഡേർഡ്. വൈഫ് ഹൗസ് വേങ്ങരയാണ് അവരുടെ വീട്. മാളിയക്കൽ എന്ന് പറയും. ഞങ്ങൾ ആലുവ ഐക്കരക്കുടി എന്ന് പറയും. ഇവിടുത്തെ ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് അൺബിലീവബിൾ സപ്പോർട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എല്ലാത്തിനും. പണ്ട് കുറച്ച് മിസ്സിംഗ് ആയിരുന്നു അത്. ഇപ്പൊ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അത് ഭയങ്കര ഈസി ആക്കിയാണ് കാര്യങ്ങളൊക്കെ. അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ പുതിയ ബിസിനസ്സസ്, പുതിയ ആൾക്കാർ. പിന്നെ ഇന്ത്യൻസിന് എപ്പോഴും ഒരു സ്പെഷ്യൽ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. ഐ തിങ്ക് ബിക്കോസ് നമ്മുടെ രാജ്യമായിട്ടുള്ള റിലേഷൻഷിപ്പും ഈ അടുത്ത് വരെയും അത്രയും മേജർ കോൺട്രാക്ട്സും MOUസും സൈൻ ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്കത് കാണാനുണ്ട്. ഇപ്പോൾ മോസ്റ്റ് നമുക്കൊരു വണ്ടർ എന്ന് പറയുന്ന ഇവിടെ വന്നിറങ്ങുന്ന മിക്ക കമ്പനികളിലും നോക്കിയാൽ ഇന്ത്യൻസ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ന്യൂ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു വിജയമന്ത്രം എന്തായിരിക്കും? maximum effort into what you're doing. അത് ഓഫ് കോഴ്സ് that is a normal more than that. നമ്മൾ ഒരു കസ്റ്റമർ ആയിട്ട് തന്നെ എപ്പോഴും നമ്മളും കൺസിഡർ ചെയ്യണം. വി ഹാവ് ടു ബി ഇൻ their shoes. അവർക്ക് എന്താ എക്സ്പെക്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. നമുക്ക് ഒരു when we are going somewhere or when we are buying anything, അവിടുത്തെ സെയിൽസ്മാൻ്റെ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബേസിക് കർട്ടസി അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസ്, ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ what you call this sincerity, loyalty and be loyal to the customer, then the customer be loyal to you. അവരുടെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് സ്റ്റാഫ്. നമ്മൾ കസ്റ്റമറിനെ റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടും നമ്മൾ സ്വന്തം റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടും നമ്മുടെ സ്റ്റാഫിനെ റെസ്പെക്ട് ചെയ്യണം. അവർക്ക് ഡ്യൂ ആയിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും നമ്മൾ റൈറ്റ് ടൈമിൽ കൊടുക്കണം. ഞാൻ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സെയിൽസ്മാൻ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു. ഐ മീൻ ഇറ്റ്സ് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് ആൻഡ് ബ്ലാക്ക് സീ. ജോയിൻ ചെയ്തിട്ട് 3rd year ആവണുള്ളൂ. ആൻഡ് അതിലൊരു അസ്റ്റോണിഷിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഫോർ സം റീസൺ എൻ്റെ ഫാദർ സെയിം കമ്പനി ആയതുകൊണ്ട് ഹി വാസ് ദെയർ. ദുബായിൽ വെച്ചായിരുന്നു ഈ അവാർഡ്. ഇൻ ഫ്രണ്ട് ഓഫ് ഹിം എനിക്ക് വാങ്ങിക്കാൻ പറ്റി, വിച്ച് ഐ വുഡ് സേ ഇസ് ദ പ്രൗഡസ്റ്റ് മൂമെന്റ്. ബിക്കോസ് പുള്ളി അവിടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്കൊരു അഡ്വൈസ് തന്നു, ഞാൻ ഇത്രയും നാളുണ്ടാക്കിയ പേര് നീ കളയരുതെന്ന് പറയും മനസ്സിലുണ്ട്. അപ്പോൾ ഐ വാസ് മോർ ദാൻ പ്രൗഡ് ദാറ്റ് ഐ വാസ് റിസീവിങ് ദിസ് അവാർഡ് ഫ്രം എൻ്റെ റീജിയണൽ ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോഴും ഒരു സ്മരണ ഉണ്ടെങ്കിൽ ആരൊക്കെ ആയിരിക്കും? നമ്മൾ ഉപ്പ, ഉമ്മ, അങ്ങനെയാണ് നമ്മുടെ ഗുരുക്കന്മാർ. ഫാദർ ഫസ്റ്റ് ആൻഡ് മദർ. ഓഫ് കോഴ്സ് മദറിന്റെ പ്രയാസം ഇല്ലാണ്ട് ഒന്നും നേടാൻ പറ്റൂല. ആൻഡ് ഓഫ് കോഴ്സ് മൈ സിസ്റ്റേഴ്സ്, മൈ വൈഫ് ആൻഡ് ഹെർ പാരൻസ്. നല്ലത് പഠിപ്പിച്ചു തന്ന കുറെ ആൾക്കാരുണ്ട് മനസ്സിലുണ്ട്. ഇതല്ല റിലിജൻ, ഇതാണ് റിലിജൻ എന്ന് പറയാവുന്ന ഒരു കാര്യങ്ങളുണ്ട് മനസ്സിലുണ്ട്. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ടിപ്സുകളെല്ലാം വളരെ വാല്യുബിൾ ആയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓരോരോ അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്കും ഈ പറഞ്ഞ നമ്മുടെ സഹൃദയരായിട്ടുള്ള ഓഡിയൻസുകളും എല്ലാവരും ഈ പറഞ്ഞ വ്യൂവേഴ്സും എല്ലാം കണ്ട് മനസ്സിലാക്കുക. നല്ല നല്ല പാഠങ്ങൾ, ഈ പറഞ്ഞ പോലെ നല്ല നല്ല ടിപ്സുകൾ നമ്മളുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ നോക്കുക. അല്പജ്ഞാനിയുടെ ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ വേറിട്ട് സഞ്ചരിക്കുക. ഫൈൻ വേയ്സ് ഒരുപാട് വഴികൾ ഇനിയും കാണാൻ, കേൾക്കാൻ, അദ്ദേഹത്തിന് അറിയാൻ, വലിയ വലിയ ഉയർച്ചയിലേക്ക്. കീപ് ഫ്ലൈയിങ്. All the very best for your fine ways. MashaAllah. Assalamu alaikum.